നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് മലപ്പുറത്ത് വീട്ടിലൊരു പ്രസവം നടന്നത്. അക്യൂപഞ്ചർ വിദഗ്ധനാണ്, ഞാൻ പ്രസവം എടുക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാര്യയുടെ പ്രസവം എടുത്തതും ഭാര്യ മരണപ്പെട്ടു. ആ കുഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷെ മണിക്കൂറുകളോളം അതിന് ഒരു ചികിത്സയും കിട്ടിയില്ല. പെരുമ്പാവൂരിൽ എത്തുന്നത് വരെ ഏകദേശം ഒരു 7-8 മണിക്കൂറോളം ഈ കുഞ്ഞിനെയും കൊണ്ട് ഈ സിറാജുദ്ദീൻ എന്ന് പറയുന്ന അസ്മയുടെ ഭർത്താവ് ഈ കുഞ്ഞിനെയും അസ്മയുടെ മൃതശരീരവുമായി പെരുമ്പാവൂരിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു 7-8 മണിക്കൂർ ഏകദേശം വേണ്ടി വന്നു. ആ സമയം അത്രയും ആ കുഞ്ഞിന് ഒരിറ്റ് മുലപ്പാല് പോലും കുടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ആ കുട്ടിക്ക് ഉണ്ടാകും. അത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന വേറൊരു വിഷയം, അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിൽ തന്നെ ഈ കേരളത്തിലെ മനുഷ്യർ കിടക്കുകയാണ്. നമ്മൾ ഓർത്തു നോക്കണം, മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അടക്കം കേരളത്തിലുണ്ട്. നമ്മൾ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും നല്ല ആരോഗ്യരംഗം നമുക്കുണ്ടായിട്ടും ഇന്നും പ്രസവം വീടുകളിൽ വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു കൂട്ടർ. അതിൽ ഈ പറയുന്ന മലപ്പുറം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ് ഭാഗങ്ങളിലൊക്കെ ഡോക്ടറെക്കാൾ വിശ്വാസം മറിയം പൂവെന്ന് പറയുന്ന ഒരു പൂവിനാണ്. ആ പൂവ് വിരിഞ്ഞാൽ സുഖപ്രസവം. എന്തുതരം അന്ധവിശ്വാസത്തിന്റെ പടുകുഴിയിലാണ് ഈ മനുഷ്യന്മാർ കിടക്കുന്നത് എന്നൊന്ന് ഓർത്തു നോക്കണം. ശരിക്കും ഒരു പൂവ് വിരിഞ്ഞാൽ അങ്ങ് സുഖപ്രസവമാണോ? ഇത് പണ്ട് കാലത്ത് വീടുകളിലെ പ്രസവം എന്നുള്ളത് ഒരു സാധാരണ സംഭവമായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ പറയട്ടെ, അന്ന് കാലത്ത് ശിശുമരണ നിരക്കും കൂടുതലായിരുന്നു. പക്ഷെ വീടുകളിൽ പ്രസവിക്കും, അതിനുള്ള വയറ്റാട്ടികൾ ഉണ്ടായിരുന്നു. അവർക്ക് പ്രസവം എടുക്കാൻ അറിയാം, ഉംബിലിക്കൽ കോഡ് മുറിക്കാൻ അറിയാം. അതുപോലെ പ്രസവം നടന്നിരുന്നു. അപ്പോൾ അതുമായി തട്ടിച്ചു നോക്കിയിട്ട് പണ്ടൊക്കെ വീട്ടിലായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോടുള്ള ഉത്തരം, അന്ന് വീട്ടിൽ പ്രസവിച്ചിരുന്നു. കാരണം വീട്ടിൽ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്രസവിക്കുന്ന സ്ത്രീക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ബാക്കി നോർമൽ ഡെലിവറി സാധാരണഗതിയിൽ മറ്റ് പൂച്ചയും പശുവും പട്ടിയും എല്ലാം പ്രസവിക്കുന്ന പോലെ തന്നെ മനുഷ്യനും പ്രസവിക്കും. അതൊരു നാച്ചുറൽ സംഭവമാണ്. പക്ഷെ അതിൽ അപകടം വരുമ്പോഴാണ് അമ്മ മരിക്കുന്നതും കുട്ടി മരിക്കുന്നതും. അതിന് ഒരു വ്യത്യാസം വന്നത്, ശിശുമരണ നിരക്ക് നമ്മുടെ കേരളത്തിൽ കുറഞ്ഞത് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും വെറും ആശുപത്രികളും ഗൈനിക് വിഭാഗവും എല്ലാം വന്നതോടുകൂടിയാണ്. എല്ലാവരും മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകണമെന്നില്ലാത്തതുകൊണ്ടാണ് ഞാൻ സർക്കാർ ആശുപത്രി ആയാലും മതി. നമ്മുടെ സർക്കാർ ആശുപത്രികൾ പോലും പ്രസവം എടുക്കുന്നതിൽ ഏറ്റവും നിൽക്കുന്നവരാണ്. കാരണം എല്ലാ വിധത്തിലും എന്തെങ്കിലും ഒരു അപകട സിറ്റുവേഷൻ കുട്ടിയുടെ പൊസിഷനിലോ അല്ലെങ്കിൽ ഈ പൊക്കിൾ കൊടി കഴുത്ത് ചുറ്റുക എന്നുള്ള സംഭവമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വൈദ്യശാസ്ത്രപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ അമ്മയ്ക്കോ കുഞ്ഞിനോ പ്രസവിക്കുന്നതിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സിസേറിയനാണ്. അല്ലെങ്കിലാണ് ഈ അമിത രക്തസ്രാവവും അതുമൂലം ഉണ്ടാകുന്ന മരണവും എല്ലാം സംഭവിക്കുന്നത്. ഇത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പ്രസവിക്കുന്നവർ മരിക്കുന്നില്ലേ എന്ന് വേണമെങ്കിൽ ഒരു ക്രോസ് ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കാവുന്നതാണ്. പക്ഷെ ഉണ്ട്. എങ്കിലും ഇത് ആ വിശ്വാസത്തിൽ പറയുമ്പോൾ വേണമെങ്കിൽ പറയാം ദൈവമാണ് എല്ലാം, അല്ലെങ്കിൽ അതിന് ഓരോരോ വിശ്വാസമില്ലേ എന്ന് ചോദിക്കാം. പക്ഷെ അത് വീട്ടിൽ ദൈവം വന്ന് പ്രസവം എടുക്കുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാലമല്ലല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മറിയം പൂവ് എന്നുള്ള അന്ധവിശ്വാസം, ഈ പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ പ്രസവം നോർമലായിട്ട് നടക്കും, അതൊരു സുഖപ്രസവമാകും എന്നൊന്നും പറയുന്നതിന് ഒരർത്ഥവുമില്ല. എനിക്ക് സംശയമാണ്. പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സുഖപ്രസവം. ഈ പ്രസവം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഈ സുഖമുള്ളതാകുന്നത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവര് മരണത്തിന്റെ അങ്ങേ അറ്റം കണ്ടിട്ട് തിരിച്ചു വരുന്നതാണ്. ഏകദേശം പറയപ്പെടുന്നത് ശരീരത്തിലെ ഇത്രയോ അസ്ഥികൾ ഒടിയുന്നതിന് തുല്യമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്നാണ് പറയുന്നത് ആ സ്ത്രീ. അപ്പോഴാണ് അവര് ഇതെങ്ങനെയാണ് സുഖമുള്ളതാകുന്നത്? ഈ 2 പ്രസവിച്ചതാണല്ലോ, അപ്പൊ ഇത് ഇത്ര സുഖമുള്ള ഏർപ്പാടാണോ ഈ പ്രസവം? അത് പ്രസവം സുഖമാണെന്നല്ല പ്രസവ പറയുന്നത്. പ്രസവത്തിന് ശേഷം അത് സുഖപ്രസവം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞിനും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ആ വാക്കിന് സുഖപ്രസവം എന്ന് വന്നത്. കാരണം പിന്നീട് നമ്മൾ തന്നെ പറയാറുണ്ട്, വളരെയധികം വേദന അനുഭവിച്ച് നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞാൽ ആ വേദനയെല്ലാം മാറാൻ ആ കുഞ്ഞിനെ നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തുന്ന, ആ കുഞ്ഞിനെ ഒന്ന് കണ്ണുമിഴിച്ച് നമ്മൾ ആ കുഞ്ഞിനെ നോക്കുന്ന നിമിഷം നമ്മൾ ആ വേദന എല്ലാം മറക്കും. അത് സത്യം തന്നെയാണ്.
നമുക്ക് പിന്നീട് നമ്മൾ ആ സമയം വരെ അതൊക്കെ ഓക്കെ സമ്മതിക്കുന്നു. പക്ഷെ ഈ ആൾക്കാർ ഇതിനെ പറയുന്നത് പക്ഷെ അവർക്ക് സുഖപ്രസവമായിരുന്നു. എന്റെ കൂട്ടുകാരൊക്കെ ആ സമയം, എന്റെ 1-2 കൂട്ടുകാരൊക്കെ പറയുന്നതാണ് ഇതൊക്കെ ഈ സുഖപ്രസവം എന്ന് പറയുന്നവനെ വെച്ചടിക്കണം. ഒട്ടും സാഹിത്യമോ അല്ലെങ്കിൽ വേറൊന്നോ കൂട്ടാതെ തന്നെ പറയുന്നതാണ്. നമ്മൾ പ്രസവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു അമ്മ പ്രസവിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു അമ്മയായി കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ കാണുമ്പോൾ ആദ്യം അമ്മയുടെ മുഖത്ത് വരുന്നത് ഒരു പുഞ്ചിരി തന്നെയാണ്. അത് എത്ര റിച്ച് ആയിട്ടുള്ള വീടുകളിൽ നിന്നാണെങ്കിലും ഏറ്റവും പാവപ്പെട്ടവരുടേതാണെങ്കിലും ഒരു പ്രസവിച്ച അമ്മയായി കഴിഞ്ഞാൽ ആ സ്ത്രീ ആ കുഞ്ഞിനെ കാണുമ്പോഴാണ് മനസ്സ് നിറഞ്ഞ് ഒരു പുഞ്ചിരി, ഒരു ചിരി നമ്മുടെ മനസ്സിൽ വരും. ആ കുഞ്ഞിനെ മാറിട്ട് വെച്ച് പാല് കൊടുക്കുമ്പോൾ അതിന്റെ അതോടുകൂടി നമ്മൾ ആ ഒരു നിർവൃതി തന്നെയാണത്. അതൊട്ടും അതിനെ എങ്ങനെയാണ് ഞാൻ വിശേഷിപ്പിച്ച് പറയേണ്ടതെന്ന് അറിയില്ല. പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാഹിത്യ ഭാഷ എന്ന് പറഞ്ഞ് വീണ്ടും കളിയാക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ വേദന തന്നെയാണ്. പക്ഷെ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ സുഖപ്രസവം എന്ന് പറയുന്നത്? ആ സംഭവത്തിനെ കുറിച്ചാണ്. പിന്നീട് അമ്മ പാലൂട്ടുമ്പോഴും ആ എടുത്ത് മടിയിൽ വെക്കുന്ന ആ നിമിഷം. സിസേറിയൻ ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പറ്റുന്നില്ല. സിസേറിയൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുറിവുണ്ട്, പിന്നെ ആ മുറിവിന്റെ വേദനയുണ്ട്. ഈ കുഞ്ഞിനെ അല്ല, സാധാരണ പ്രസവമാണെങ്കിൽ കൂടിയും അതിനും പെയിൻ ഇല്ലേ? പിന്നീടില്ല. പിന്നീട് വളരെ അതൊരു സ്റ്റിച്ചിന്റെ പെയിൻ ചിലവർക്ക് കുറച്ച് കൂടുതൽ എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും സിസേറിയന്റെ പെയിൻ പോലെയുള്ള വേദന പിന്നീട് ഉണ്ടാകുന്നില്ല നോർമൽ ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ. അല്ല, പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണെങ്കിലും അത് പ്രസവിക്കാതെ അറിയാത്തത് കൊണ്ടാ. എങ്ങനെയാണെങ്കിലും പ്രസവിച്ചവർക്ക് സിസേറിയന്റെ വേദന എന്തായാലും മറ്റേതുണ്ടാകില്ല. അതുകൊണ്ടാണ് അതിനെ സുഖപ്രസവം എന്നും സുഖമല്ല മറ്റേ ഞാനിതിപ്പോ പറഞ്ഞത് എനിക്ക് ഇതിന്റെ താഴെ എന്നെ തെറി വിളിക്കുക ആൾക്കാർ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം അതിന്റെ ഞാൻ ഈ പറയുന്നത് ആരുടെയും അങ്ങനെ വേദനിപ്പിക്കുന്നതിന് വേണ്ടി അല്ല, അതിന് കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്നേ. കോംപ്ലിക്കേഷൻസ് അതാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും സാധ്യമല്ല എന്നാണ് പറയുന്നത്. കാരണം ഇതിന് ഒരുപാട്, ഇപ്പം പണ്ടുകാലത്ത് തന്നെ എന്നെയൊക്കെ വീട്ടില്, എന്റെ അമ്മ വീട്ടിൽ പ്രസവിച്ചതാണ്, വയറ്റാട്ടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അവർക്ക് പ്രസവം എടുക്കാൻ അറിയാം. അവര് കാലങ്ങൾ അത്ര നല്ലൊരു വയറ്റാട്ടികളൊന്നും ഇപ്പൊ ഈ കാലത്ത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവരെല്ലാം അത് ഒന്നാമത് പ്രസവത്തിന്റെ അളവ് തന്നെ അന്നൊക്കെ കൂടുതലായിരുന്നു. ഒരുപാട് പ്രസവം എടുത്തിട്ടുണ്ടായിരിക്കും. എന്റെ അമ്മയുടെയൊക്കെ പ്രസവം എടുക്കാൻ വന്നപ്പോഴേക്കും ആ വയറ്റാട്ടി എന്ന് പറയുന്നവര് ചിലപ്പോ 100-ാമത്തെയൊക്കെ ആയിരിക്കും. ഞാൻ അത്രയധികം വന്നിട്ടുണ്ടായിരിക്കും. ഒരു വീട്ടിൽ തന്നെ 8-10 കുട്ടികൾ ഉണ്ടാവും. അപ്പോ എന്റെ അമ്മയ്ക്ക് എന്താന്നല്ല ഉണ്ടായിരുന്നു പറഞ്ഞത്. എനിവേ, അങ്ങനെ ആവുമ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലം കഴിഞ്ഞു. അന്നും പക്ഷെ ഒരു മറിയം പോവോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപകടം ഉണ്ടാകുന്ന ഇവൻ 92-ൽ മഹാനായ അല്ല, ഇവൻ ഈ പറയുന്ന ഞാൻ 92-ലാണ് ജനിക്കുന്നത്. എന്നെ വീട്ടിലാണ് പ്രസവിച്ചത്. കാരണം അമ്മയ്ക്ക് പെയിൻ അത്രത്തോളം കലശലായി അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് അന്ന് ഉണ്ടായിരുന്നത്. സുനാമി വന്ന സമയം. സുനാമി അല്ല, അത് നമ്മുടെ നാട്ടില് ഒരു CPM-കാരനെ വെട്ടിക്കൊന്ന്, അപ്പൊ അവിടെ കർഫ്യൂ ഒക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നമ്മള് പാർട്ടി ഗ്രാമത്തിൽ നിന്നുള്ള ആളാണേ. അപ്പം അവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, വണ്ടികളൊന്നും പോകുന്നില്ല. അപ്പോൾ അമ്മയെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അമ്മയ്ക്ക് പെയിൻ കൂടിയപ്പോഴത്തേക്ക് ഡോക്ടർമാർ ചെന്ന് വിളിച്ചപ്പോ ഇവിടുന്ന് വണ്ടി വിളിച്ച് കൊണ്ടുപോകാനും പറ്റുന്നില്ല, അവിടുന്ന് ഡോക്ടർമാർക്ക് വരാനും പേടി. കാരണം പാർട്ടി ഗ്രാമം ആയതുകൊണ്ട് എന്തും നടക്കാം. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പോ അമ്മ അപ്പോഴത്തേക്ക് പ്രസവിച്ചു. എൻ്റെ അച്ഛന്റെ റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രായമുള്ള ഒരു അമ്മയാണ് പ്രസവം എടുക്കുന്നത്. പക്ഷെ അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോ ആ സമയത്താണേലും അമ്മ പറയുന്നത് കേൾക്കാം, നിന്നെ കൊണ്ടാണ് എനിക്ക് ദുരിതം ഉണ്ടായതെന്ന്. കാരണം ആ വേദന തന്നെയാണെന്നേ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ. ഇപ്പൊ കുഞ്ഞളിയൻ ഉണ്ടായത് അപ്പം മുതലേ നാട്ടിൽ കർഫ്യൂ ആയിരുന്നു. അപ്പൊ അത്തരം. പക്ഷെ അന്നും എന്റെ അമ്മ എന്റെ അമ്മയുടെ അറിവിൽ പോലും അമ്മ പറയുന്നത് കേട്ടിട്ടില്ല ഈ മറിയം പൂവിന്റെ ഒന്നും കാര്യം. അത് ഈ മറിയം പൂ എന്ന് പറയുന്നത് ഇപ്പൊ ഗൾഫ് പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാകുന്ന, ആഫ്രിക്കയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയുടെ ഇലയാണത്. അത് ഒരു അങ്ങനെ അത് കുറച്ച് വിടർന്നു കഴിഞ്ഞ് പാകമായി കഴിഞ്ഞാൽ ഇത് ഉണങ്ങി പോകുന്നു. ഉണങ്ങിക്കഴിഞ്ഞ ഒരു വള്ളിക്കുടല് പോലെയാവും. ഇതിന്റെ ഉള്ളിലാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ളത്. അപ്പൊ ഇതിനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഈ പറയുന്ന സുഖപ്രസവമാണെങ്കിൽ ഇത് വിടരും എന്നാണ്. അത് സുഖപ്രസവമാണെങ്കിലും സുഖമല്ലാത്ത പ്രസവമാണെങ്കിലും പൂ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് വിടരും എന്നുള്ള ഒരു കോമൺ സെൻസ് മാത്രം മതി അത് മനസ്സിലാക്കാൻ. പക്ഷെ അത് ഈ ചെടി ഈ കുട്ടി ഇപ്പൊ മരിച്ച സ്ത്രീയുടെയും ചെയ്തിരിക്കുന്നത് ഇതിന്റെ കാൽക്കല് ഈ ഒരു പാത്രത്തില് ഈ മറിയം പൂ ഇട്ടിട്ട് വെച്ചിരുന്നു. നാച്ചുറലി അത് കുറച്ച് കഴിഞ്ഞപ്പോ പിറ്റേ ദിവസം ആയപ്പോഴേക്കും അത് വിടർന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇവർക്ക് സുഖപ്രസവം തന്നെയാണ്, ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു.
അങ്ങനെയാണ് ഈ കോംപ്ലിക്കേഷൻ മുഴുവൻ ഉണ്ടാകുന്നത്. അവർക്ക് പ്രസവം ഒരു കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ ഡെലിവറി. അത് തന്നെ അവർക്ക് ഈ വീട്ടിലുള്ള യാതൊരു തരത്തിലും വീട്ടിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അതിലൊരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് അവര് അതിന് മുൻപ് മൂന്ന് സിസറിയൻ കഴിഞ്ഞതാണ്. 3 സിസറിയൻ കഴിഞ്ഞ് നാലാമത്തെ ഈ പ്രസവത്തിന് 1 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ അപ്പൊ തന്നെ അവിടെ ഒരു വലിയ കോംപ്ലിക്കേഷൻ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. കാരണം സിസറിയൻ 3-4 പ്രാവശ്യമൊക്കെ തന്നെ ഉള്ളതേ അപകടമാണ്. അപ്പോൾ അതിലെല്ലാം തന്നെ ഈ ഭർത്താവ് എന്ന് പറയുന്നത് അക്യൂപങ്ക്ചർ ചികിത്സകനായിരുന്നു എന്ന് പറയുന്നു, ഡോക്ടറാണെന്ന് അയാൾ അവകാശപ്പെടുന്നു. എന്നിട്ടും അയാളുടെ ആ ഭർത്താവിന്റെ അന്ധവിശ്വാസമാണ് ഇവിടെ ആ സ്ത്രീയുടെ ജീവൻ എടുത്തത്. ഈ 4ാമത്തെ ഡെലിവറി സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോയി അവർ പണം പിടുങ്ങുന്നതിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ്. അതുകൊണ്ടാണ് ഇവർ സിസേറിയൻ ചെയ്യുന്നത്. ഈ പൂവ് വെച്ച് നോക്കിയാൽ പൂവ് സത്യമായി പറയും നോർമൽ ഡെലിവറി നടക്കുമോ എന്നായിരുന്നു ഇവരുടെ വിശ്വാസം. ഇത് മലപ്പുറത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇതൊരു കച്ചവടമായിട്ട് എടുത്തിരിക്കുകയാണ്. കാരണം ഒരു ഗർഭിണി ഒരു വീട്ടിലുണ്ടെങ്കിൽ 6ാം മാസം 7ാം മാസം ഒക്കെ ആകുമ്പോഴേക്കും ഇവര് കച്ചയും കെട്ടി ഇറങ്ങി വരികയാണെന്നേ, ഈ കുറച്ച് പൂവും ചെടിയൊക്കെ പിടിച്ചിട്ട്. പിന്നെ ഇവരുടെ വീട്ടിൽ സുഖതാമസം, ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ ഒരു 90% നോർമൽ ഡെലിവറി ആയിരിക്കുമല്ലോ. നോർമൽ ഡെലിവറിയും കഴിഞ്ഞ് ഇവരുടെ പൂവിന്റെ ഗുണം കൊണ്ടാണ് ഇവർ ജനിച്ചത് എന്നും പറഞ്ഞ്, ഈ കുഞ്ഞിനെ ഉണ്ടായതെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നുള്ള സമ്മാനങ്ങളും വാങ്ങി തിരിച്ചു പോകും. ഇതാണ് മിക്ക ഇതിൽ നടക്കുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്തുള്ളതിനെ കുറിച്ച് ഞാൻ കൂടുതൽ കേട്ടിട്ടില്ല. പക്ഷെ പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂര്, തൃശ്ശൂര് എല്ലാം ഇതുപോലത്തുള്ള സംഭവങ്ങൾ ഉണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ ഇത്തരം അപകടങ്ങള് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഒരു മതത്തിന്റെ മാത്രമായിട്ടാണോ ഇത് വരുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. അല്ല, ഇത് ഏകദേശം എല്ലാ മതത്തിലും ഇതുണ്ട്. ഈ പ്രസവം മാത്രമല്ല, പല കാര്യങ്ങളിലും ഈ എല്ലാ മതങ്ങളിലും ഈ അന്ധവിശ്വാസം കൊണ്ടു നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇന്ന നക്ഷത്രത്തിൽ കുഞ്ഞ് ജനിക്കണം. അത് മറ്റേ ഈ കുഞ്ഞു കുടുംബത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാന്ന് പറഞ്ഞ ദിവസം എത്തുന്നതിന് മുമ്പ് സിസറിയൻ ചെയ്തെടുക്കുന്ന അത് പിന്നെയും പോട്ടെ, വേറൊരു സംഭവമുണ്ട് വെളിവില്ലാത്ത കുറെ എണ്ണം കാണിക്കുന്നത്. അതായത് പ്രസവിക്കാൻ മുട്ടി നിൽക്കുന്ന ആളെ പോലും പ്രസവിക്കാൻ സമ്മതിക്കത്തില്ല. ഈ നാളിന് പ്രസവിച്ചാൽ മതി, ജ്യോത്സ്യം പറഞ്ഞു, മറ്റവര് പറഞ്ഞു, മറിച്ചവര്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വാർത്തകൾ വന്നിട്ടുണ്ട്. പ്രസവം വേദന വന്ന് പ്രസവിച്ചില്ല. അതുപോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ആൾക്കാരാണെന്നേ. പ്രസവിക്കരുത് ആ സമയത്ത്, ഈ നാളിന് മാത്രം പ്രസവിച്ചാൽ മതി. ഡോക്ടർമാർക്ക് പോലും തലയ്ക്ക് ഭ്രാന്തെടുക്കുന്ന അവസ്ഥയാണെന്നേ അത്. അവർക്ക് പോലും ഇവരെ ഒന്നും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഈ മതം വേറെ, ഈ ശാസ്ത്രം വേറെ. നമ്മൾക്ക് ഈ പ്രസവം എന്നൊക്കെ പറയുന്ന ഒരു നിസ്സാര വിഷയമല്ല. ഈ നമ്മൾ ഇപ്പൊ പറയുന്ന പോലെ തന്നെ പട്ടിയോ പൂച്ചയോ പശുവോ പ്രസവിക്കുന്നത് പോലെയല്ല ഒരു സ്ത്രീയുടെ പ്രസവം എന്ന് പറയുന്നത്. ഇപ്പൊ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇപ്പൊ ഒരു പശു പ്രസവിച്ചെന്ന് വിചാരിച്ചു, പശു പ്രസവിച്ചു കഴിഞ്ഞ് കുറെ കഴിയുമ്പോഴത്തേക്ക് ഈ പശുക്കുട്ടി എഴുന്നേറ്റ് നടക്കത്തില്ലേ? ഒരു മനുഷ്യക്കുട്ടിക്ക് അങ്ങനെ പറ്റുമോ? പക്ഷെ ഇപ്പോൾ പശുവിന്റെ ഒക്കെ പ്രസവത്തിന് പോലും ഇപ്പൊ അത്യാവശ്യ ഘട്ടത്തിൽ ഡോക്ടർമാരെ വിളിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഗുരുതരമായ ഒരു വിഷയത്തിലാണ് ഇവർ ഈ ലാഘവത്തോടെ കാണുന്നത്. പൂ വെച്ച് പ്രസവിക്കും, മറ്റേ നക്ഷത്രം വന്നാലേ പ്രസവിക്കാവുള്ളൂ. ഇതൊക്കെ എന്ത് തരം അന്ധവിശ്വാസമാണ്? നിങ്ങളൊരു കാര്യം ഓർക്കും, ഒരു ലേബർ റൂമിൽ കിടക്കുന്ന ഒരു സ്ത്രീയാണ്. നിങ്ങൾക്ക് ആ കുട്ടിയെയും അമ്മയെയും ഏറ്റവും നന്നായി തിരികെ കിട്ടണമെന്ന് പറയുന്നതിന് പകരം ഈ നക്ഷത്രത്തിൽ പ്രസവിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇത് ഇപ്പൊ ഈ കേസിൽ തന്നെ അസ്മ എന്ന് പറയുന്ന സ്ത്രീക്ക് ഇവര് 10 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് ഈ കുട്ടിയെ ജനിച്ച കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. ഈ കൊണ്ടുവരുമ്പോ പോലും ഈ കുട്ടിയുടെ ദേഹത്ത് ചോര പോലും തുടച്ചെടുത്തിട്ടില്ല. അപ്പൊ സാധാരണ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് കുഞ്ഞിനെ തുടപ്പിച്ചെടുക്കുന്ന ചെയ്യുന്നത്. അപ്പൊ അതുപോലും ചെയ്തിട്ടില്ല. ഒരിറ്റ് മുലപ്പാല് പോലും ഈ കുട്ടിക്ക് കൊടുത്തിട്ടില്ല. അപ്പോ ഈ 10 മണിക്കൂറെല്ലാം ഇതൊന്നും ഇല്ലാതെ കടന്നു കഴിഞ്ഞാൽ എന്തായാലും ഹൈപ്പോഗ്ലൈസീമിയ അടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് അപസ്മാരം പോലുള്ള ഫിറ്റ്സ് പോലുള്ള മറ്റു അസുഖങ്ങൾ ഭാവിയിൽ വരാനുള്ള ചാൻസ് ഉണ്ടാക്കും. അപ്പൊ ഇതൊന്നും നോക്കാതെയാണ്, കാരണം ഇവിടെ കൈവിട്ട് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ കുഞ്ഞിനെ ശ്രദ്ധിക്കാൻ ഇവർക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കാം. അപ്പോ അതും അത്രമാത്രം ഇത്രയും നേരം ചോരയിൽ കുളിച്ച് കിടക്കുന്നു എന്ന് പറയുന്നതും ഭയങ്കര അപകടമാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ത്വക്ക് തുടച്ചെടുക്കാനോ അതൊന്നും തന്നെ അവര് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഒരു വല്ലാത്ത അന്ധവിശ്വാസം. നമ്മളിപ്പോ എത്രേ പറയാനുള്ളൂ, വിശ്വാസം എല്ലാവർക്കും നല്ലത് തന്നെയാണ്. ഒരു പരിധി വരെ നമുക്കെല്ലാം വിശ്വാസമുള്ളത് നല്ലതുമാണെന്ന് പറയാം. പക്ഷെ ആ വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ശാസ്ത്രം ഇത്രയധികം പുരോഗമിച്ച കാലമാണ്. അത് ഏത് കേസിലാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ജനനത്തിന്റെ കാരണമായാലും മരണത്തിന്റെ കാരണമായാലും. അപ്പൊ അതിന്റെ ഉദാഹരണമായിട്ട്, അപ്പൊ മരണത്തിന്റെ എന്ന് പറയാൻ കാരണം നമ്മൾ പറയാറുണ്ട് ഗംഗാജലം കുടിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയാറുണ്ട്.
പക്ഷെ ഈ ഗംഗാജലം കുടിക്കരുതെന്ന് അവിടെ തന്നെ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം അതിൽ അത്രയധികം മാലിന്യങ്ങളാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ പല തീർത്ഥാടന കേന്ദ്രത്തിലും നോക്കിക്കഴിഞ്ഞാൽ പ്ലാവ് പിടിച്ചിട്ടുള്ള ഈ പിച്ചള പാത്രത്തില് സീൽ ചെയ്തിട്ട് ഗംഗാവെള്ളം കാണാം. അപ്പൊ മരണസമയത്ത് ഇത് കൊണ്ടിട്ട് ആൾക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സ്വർഗത്ത് പോയി എന്നാണ് വിശ്വാസം. അത് മരണസമയം ആവണ്ട, നമ്മളെടുത്ത് കുടിച്ചാലും നമ്മൾ പെട്ടെന്ന് തന്നെ സ്വർഗത്ത് പോകും. നമ്മളിത് ആരുടെയും അല്ല, ഗംഗാജലം എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് കാരണം ഈ ചെമ്പ് ഇതില് പ്ലാവ് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അത് തന്നെ വിഷാംശം കലരുക ചെയ്യുന്നത്. അപ്പൊ ഇത്തരം അന്ധവിശ്വാസങ്ങൾ മതത്തിൽ പെട്ട ആള് തന്നെയാണ്. വ്രണപ്പെടുത്താൻ പറയുന്നതല്ല, നിങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതല്ല, മതവികാരങ്ങളെ വ്രണപ്പെടുത്താൻ സംസാരിക്കുന്നതല്ല. കാരണം ഗംഗാജലം എന്ന് പറയുന്നത് അത് അശുദ്ധമാണ്. കാരണം അവിടുത്തെ ഹോട്ടലുകളിൽ നിന്നും ഒക്കെയുള്ള വേസ്റ്റ് ഒഴുകി വരുന്നത് ഈ ഗംഗയിലേക്കാണ്. ആ ഒരു ജലം പുണ്യമാണ്, അതിൽ ബാക്ടീരിയയുടെ അംശം കൂടുതലാണ് എന്ന് കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്തരം അത് മാത്രമല്ല, മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഈ അമ്പലത്തിൽ പോകുമ്പോൾ തീർത്ഥം കിട്ടുന്നത്, തീർത്ഥം കുടിക്കരുത് എന്ന് പറയും. കാരണം അമ്പലത്തിൽ നടക്കുന്ന കയ്യിലേക്ക് ഒഴിച്ചു തരുന്നതല്ല, പിന്നിൽ ഓവിൽ കൂടെ വരുന്ന ധാരയൊക്കെ കഴിഞ്ഞു വരുന്ന ഈ വെള്ളം, അത് കാരണം ഈ അമ്പലത്തിന്റെ ഈ പ്രതിഷ്ഠ ഇരിക്കുന്നതിനകം ചിലപ്പോ ഈ പറയുന്നത് പോലെ തന്നെ പാലൊക്കെ സ്ഥിരമായിട്ട് ഒഴുകുന്നത് നിങ്ങൾക്കറിയാലോ. പാലൊക്കെ സ്ഥിരം ഒരു ഭാഗത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് അഴുക്കായി പോകും. അതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ആ ഒരു ഭാഗത്തൂടെ ഒഴുകി വരുന്നതാണിത്, ഈ ഓവിനകത്തൂടാണ് ഇത് ഒഴുകി വരുന്നത്. അത് വാങ്ങി കുടിക്കരുത്. നിങ്ങൾ തലയിൽ പോലും തളിക്കരുത് എന്നാണ് പറയുന്നത്. കണ്ണിൽ വെക്കുക എന്തൊക്കെ വേണേ ചെയ്തു, എന്നാലും കുടിക്കരുത് എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ വിശ്വാസത്തെ കയറി ചോദ്യം ചെയ്യുന്നതൊന്നുമല്ല, അതങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് പോലും അറിയാത്ത എത്രയോ അണുക്കൾ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വിശ്വാസം നല്ലതാണ്, പക്ഷെ അത് ഒരിക്കലും ഒരു അന്ധവിശ്വാസത്തിലേക്ക് ഒരു ലൈൻ വെക്കണം. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അന്ധവിശ്വാസം അനാചാരവും ആണെങ്കിൽ അത് ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തി വെക്കും. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ഇപ്പോ നമ്മൾ ചർച്ചയിലേക്ക് തന്നെ വരികയാണെങ്കിൽ ശിശുമരണ നിരക്കെല്ലാം ഏറ്റവും കുറവുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോ വീണ്ടും നമ്മൾ ഇപ്പൊ ആശുപത്രിയിൽ വന്നാലും മരിക്കുന്നവരില്ലേന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർമാരുടെ കയ്യിൽ നിൽക്കാത്ത വല്ല കോംപ്ലിക്കേഷൻസും ഉണ്ടാകാം. അതിനുവേണ്ടി നമ്മൾ എന്തിനും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ കളയണം? അത് നോക്കിയിട്ടല്ലോ ആശുപത്രിയിലെ ആൾക്കാരെ എന്തെങ്കിലും മരിച്ചില്ലേ എന്ന് നോക്കുന്നതല്ലല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മളല്ലേ നോക്കേണ്ടത്. അപ്പോൾ അതിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറിയം പൂ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഇപ്പോഴാണ് കേൾക്കുന്നതെങ്കിലും മലപ്പുറം ആ ഭാഗത്തേക്കൊക്കെ ഇത് സർവ്വസാധാരണമാണ് എന്നാണ് പറയുന്നത്. കാരണം ഗൾഫിൽ നിന്ന് വരുന്നവരെല്ലാം ഈ മറിയം പൂ, ഭാര്യ ഗർഭിണിയായിരുന്നവരോ അല്ലെങ്കിൽ മകൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞെങ്കിലോ ഈ മറിയം പൂവ് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങളത് കൊണ്ടുവരരുത്. ഇത്തരം അനാചാരങ്ങൾ അത് ഉണ്ടാവുകയേ ഉള്ളൂ. അതുകൊണ്ട് മറിയം പൂവ് അവിടെ ഇരുന്നോട്ടെ. ഇത് നമ്മൾക്ക് ഓൺലൈനിലേക്ക് കൊണ്ടുവരണ്ട, ഇത് ഓൺലൈനിലും സുലഭമാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് പൂവ് വിരിഞ്ഞാൽ സുഖപ്രസവം ഉണ്ടാകുമെന്നൊക്കെ വിശ്വസിക്കുന്നവരെ എന്താണ് പറയേണ്ടത്? ഇങ്ങനത്തെ വിശ്വാസം ഇപ്പോഴും കേരളത്തിൽ ഉണ്ടല്ലോ. കാരണം സാക്ഷരത എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. നമ്മൾ സാക്ഷരരാണ് എന്നാണ് പറയുന്നത്. അതെ. അപ്പോ ഇത്തരം അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവൻ നമുക്ക് ഏറ്റവും വലുതാണ്, അത് സംരക്ഷിക്കാൻ നോക്കുക. ഈ മറിയം പൂവ് വിൽക്കാൻ പോലും ഒരു റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ പലയിടങ്ങളിലും പ്രസവം, അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വിവരം എത്തിച്ചു കൊടുക്കാനും അതുപോലെ തന്നെ ഈ പൂവ് എത്തിച്ചു കൊടുക്കാനും ഒക്കെ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. വലിയ തുകയാണ് പലരിൽ നിന്നും ഇവർ ഈടാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു വിഷയം. ഇപ്പൊ ഈ പറയുന്നത് പോലെ തന്നെ കേരളം ഒരുപാട് മാറി എന്ന് നമ്മൾ പറയുമ്പോൾ ശരിയാണ്, നമ്മൾ അതിനെ അംഗീകരിച്ചേ മതിയാകൂ. ഒരു പിടി കാര്യങ്ങളിൽ നമ്മൾ ഒരുപാട് മുൻപോട്ട് പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ പ്രസവവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ പല ഹോസ്പിറ്റലുകളിലും കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതായത് ഭാര്യയെയും ഭർത്താവിനെയും ഒന്നിച്ചിരുത്തി ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ നിങ്ങൾ പ്രിപ്പയർഡ് ആകണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൗൺസിൽ വളരെ നല്ല കാര്യമാണ്. അപ്പോഴൊരു പ്രശ്നമുണ്ട്. അല്ല, ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ജനിക്കുന്നു എന്നല്ല, ഒരു അമ്മയും അച്ഛനും ജനിക്കുന്നു എന്നാണ്. അപ്പൊ അതിന് നമ്മൾ പ്രിപ്പയർ ആവണം. അപ്പൊ അത് മാത്രമല്ല, മറ്റൊരു വിഷയവും കൂടിയുണ്ട്. കുഞ്ഞ് ജനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന കുറെ ആൾക്കാരുണ്ട്. നമ്മൾ ഓർക്കുക, അങ്ങനെയല്ല. നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് പോകുക. കാരണം ഇപ്പോൾ ഒരു കുട്ടി ജനിക്കുന്നതിൽ കോംപ്ലിക്കേഷൻസ് ഉള്ളതുപോലെ തന്നെയാണ്
ഒരു അമ്മയാകുമ്പോൾ ആ സ്ത്രീക്ക് പ്രസവം കഴിയുമ്പോൾ മാനസികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന സ്ത്രീകളാണ് കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കാനൊന്നും അവർക്ക് കഴിയില്ല, അങ്ങനെ കുട്ടിയെ കൊന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള മാറ്റങ്ങളും ശാരീരിക മാറ്റങ്ങളും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതിന് വിദഗ്ധ ഉപദേശം തേടുക തന്നെ വേണം. അല്ലാതെ ഈ സിദ്ധന്മാർ ഇപ്പൊ പൂ കൊണ്ട് തന്നാ പ്രസവിക്കും എന്ന് പറയുന്നത് അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നിങ്ങൾ കേൾക്കാതിരിക്കുക. കാരണം നിങ്ങൾ ശാസ്ത്രീയമായി തന്നെ അതിനെ കൈകാര്യം ചെയ്യാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. എല്ലാവർക്കും അറിയണമെന്നില്ല ഒരു പ്രസവത്തോടനുബന്ധിച്ച് എന്തെല്ലാം പ്രതിസന്ധികൾ. ഇപ്പൊ ഈ അസ്മയുടെ കേസ് തന്നെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഈ മറ്റേ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും പ്രൈവറ്റ് ഹോസ്പിറ്റലും ഒക്കെ സിസേറിയൻ ചെയ്ത് പണം പിടുങ്ങാൻ നിൽക്കുകയാണെന്ന്. നിങ്ങൾ അവിടെ പോണ്ട, നിങ്ങൾ സർക്കാർ ആശുപത്രി പോ. പ്രസവം എത്രയോ മികച്ച സർക്കാർ ആശുപത്രികളുണ്ടല്ലോ, അവിടെ പോയി നിങ്ങൾ പ്രസവിച്ചിട്ട് വരൂ, പിന്നെ പ്രശ്നമില്ലല്ലോ, പൈസയുടെ കാര്യം നോക്കണ്ടല്ലോ. അപ്പം പണമല്ല, പണത്തിലേക്കാ കൂടുതൽ നമുക്ക് ജീവൻ, 2 ജീവനല്ലേ, അത് തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അവര് സുരക്ഷിതര എന്ന് നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ കരുതുക. സുരക്ഷിതമായി തന്നെ അവരെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിനപ്പുറത്തേക്ക് പൂ വിരിഞ്ഞാൽ കുഞ്ഞും അമ്മയും ഒക്കെ നന്നായിരിക്കും, അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചാലേ കുടുംബത്തിന് ഐശ്വര്യം വരൂ, അത്തരത്തിലുള്ള ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിപ്പും വിവരവും ഉള്ളവര് പോലും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ വീണു പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കഷ്ടമായി തോന്നുന്നത്. ഇപ്പോൾ ഈ ചില വിഭാഗം ആൾക്കാര് പ്രസവത്തിനെന്നല്ല, ഒരു അസുഖം വന്നാൽ പോലും ആശുപത്രി ദൈവം നന്നാക്കിക്കോളും, ദൈവം ശുശ്രൂഷിക്കും. ദൈവത്തിന് അതാണോ പണി? അല്ലെ ഈ എല്ലാവരുടെയും പ്രസവം എടുക്കലാണോ ദൈവത്തിന്റെ പണി എന്ന് ചോദിക്കാതെ നിവൃത്തിയില്ല. ഈ ചില ആൾക്കാരൊക്കെ പറയത്തില്ലേ, അതായത് ഡോക്ടർമാര് ദൈവത്തിന് തുല്യമാണ്. അങ്ങനെ കണ്ടാൽ മതിയെന്നേ. കാരണം ദൈവമാണ് എല്ലാം തരുന്നത് എന്ന് ഒരു കൂട്ടം ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഡോക്ടർമാർ അവരുടെ കഴിവുകൊണ്ടാണെന്ന് വേറെ നിങ്ങളുടെ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല. നിങ്ങൾ അത് എങ്ങനെ വേണേലും വിശ്വസിച്ചോളൂ. ഇപ്പൊ ഈ പറയുന്ന പോലെ തന്നെ ഡോക്ടർമാര് ദൈവത്തിന് തുല്യമാണെന്ന് അങ്ങനെ വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കുക. പക്ഷേ ഇതൊന്നും ഇല്ലാതെ പൂവ് വിരിയുമ്പോ കുട്ടി നന്നായിരിക്കും എന്നൊക്കെ, പ്രസവം സുഖകരമായിരിക്കും എന്നൊക്കെ പറയുന്നതിനോട് എന്ത് ചെയ്യാൻ? എന്തായാലും ഇനിയെങ്കിലും ഇത്തരം അനാചാരങ്ങളെല്ലാം ഒഴിവാക്കാൻ നോക്കുക. വിശ്വാസം മാത്രം മതി നമുക്ക്, അന്ധവിശ്വാസം വേണ്ട. ഇതിന് താഴെ എന്നെ തെറി വിളിക്കാൻ കാത്തിരിക്കുന്നവരുണ്ടാകും. ഒരമ്മയുടെ അല്ല, എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ട്, എനിക്ക് അനുഭവമില്ല എങ്കിൽ കൂടിയും ചില സുഹൃത്തുക്കളൊക്കെ പറയുന്നത് കേട്ടോ, അവർക്കൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് അവർ പറയുന്നത്. കാരണം ഇന്നത്തെ ഈ പണ്ട് കാലത്തൊക്കെ ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലത്ത് കൂട്ടുകുടുംബമാകുമ്പോ ഇതെല്ലാം അച്ഛന് 2 കൂട്ടരുടെയും അച്ഛനമ്മമാരുണ്ടായിരിക്കും, അവരുടെ ബന്ധുക്കൾ ഉണ്ടായിരിക്കും. തന്നെയല്ല, അന്നത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ പക്വത ഉണ്ടായിരുന്നു. ഇന്ന് ആൾക്കാർക്ക് ഈ പക്വത എത്തുന്നതിന് മുമ്പ് ചിലപ്പോൾ കല്യാണം കഴിഞ്ഞു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഇവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പൊ പല കൂട്ടുകാരും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇത് അത്ര സുഖമുള്ള ഏർപ്പാടൊന്നും അല്ല ഇത് എന്ന് അവര് പറയുന്ന അനുഭവമാണ്. എന്നെ തെറി വിളിച്ചിട്ട് എന്നെ തെറി വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. എനിക്കിത് കേട്ടപ്പോ തൊട്ട് ഈ പൂ വിരിഞ്ഞാൽ സുഖപ്രസവം നടക്കുമെന്നൊക്കെ പറയുന്ന അന്ധവിശ്വാസം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചാനലിൽ പറയാൻ പറ്റത്തില്ല, ഈ മടല് വെട്ടി അടിക്കണം. അപ്പൊ നമുക്ക് നിർത്താം. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.